ഭക്ഷണത്തിൽ മുടി കണ്ടാൽ എന്താണ് കുഴപ്പം? നമ്മുടെ ഭാര്യമാർക്ക് വലിയ മുതൽക്കൂട്ടാകുന്ന വിഷയമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളൊക്കെ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഭക്ഷണത്തിൽ മുടി ഇട്ട് കൊടുക്കണം എന്നല്ല. മറിച്ച് ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ ആരാണോ ഭക്ഷണത്തിൽ മുടി കാണുന്നത് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും മുടി നജസല്ല. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബിയുടെ വീട്ടിൽ ചെന്നപ്പോ സ്വഹാബി കൊടുത്ത വെള്ളത്തിൽ മുടി കാണുകയും ആ മുടി ആരുടേതാണെന്ന് ചോദിച്ചുകൊണ്ട് ആ സ്വഹാബിക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുത്ത ചരിത്രങ്ങളൊക്കെ പഠിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും മുടി നജസല്ല. മറിച്ച് നമ്മളൊരു മുടി കണ്ടാൽ ആ ഭക്ഷണം വലിച്ചെറിയുക, അവിടെ ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഭാര്യയെ ചീത്ത വിളിക്കുക, ഇതൊന്നുമല്ല ചെയ്യേണ്ടത്. മുടി മാറ്റി വെക്കുക, ആ ഭക്ഷണം മുഴുവനായി കഴിക്കാം, ഒരു പ്രശ്നവുമില്ല. നമുക്ക് വേണ്ടി രാവിലെ മുതൽ രാത്രി വരെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിൽ നിന്ന് കഷ്ടപ്പെടുന്ന ഭാര്യയുടെയോ അല്ലെങ്കിൽ ഉമ്മയുടെയോ ഒരു മുടി നമ്മുടെ ഭക്ഷണത്തിൽ പെട്ടുപോകുന്നത് നമുക്ക് വലിയ പ്രശ്നമായി തീരുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.